നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാപ്രവചനം 37-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യെഹോയാക്കീമിന്റെ മകനായ കോന്യാവിന് പകരം യോശിയാവിന്റെ മകനായ സിദക്കിയാവ് രാജാവായി അവനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹൂദ ദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യാപ്രവാചകൻ മുഖാന്തരം യഹോവ അരുളിച്ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. സിദക്കിയ രാജാവ് ശെലെമ്യാവിന്റെ മകനായ യഹൂകലിനെയും മയസയാവിന്റെ മകനായ സഫന്യാ പുരോഹിതനെയും യിരെമ്യാപ്രവാചകന്റെ അടുക്കലയച്ച്, നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം എന്ന് പറയിച്ചു. യിരെമ്യാവിനോ ജനത്തിന്റെ ഇടയിൽ വരത്തുപോക്കുണ്ടായിരുന്നു, അവനെ തടവിലാക്കിയിരുന്നില്ല. ഫറവോന്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരൂശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരൂശലേമിനെ വിട്ടുപോയി. അന്ന് യിരെമ്യാപ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കലയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്തതിനെ പിടിച്ച് തീവച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അവർ വിട്ടുപോകുകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തരും താൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയും. ഫറവോന്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യെരൂശലേമിനെ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമി ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ബെന്യാമീൻ വാതിക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ ശെലെമ്യാവിന്റെ മകൻ ഇരിയാവ് എന്നു പേരുള്ളവൻ യിരെമ്യാപ്രവാചകനെ പിടിച്ചു. നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഇരിയാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. അനന്തരം സിദക്കിയ രാജാവ് ആളയച്ച് അവനെ വരുത്തി, യഹോവെങ്കിൽ നിന്ന് വല്ല അരുളപ്പാടുമുണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ യിരെമ്യാവ് സിദക്കിയ രാജാവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്ത് കുറ്റം ചെയ്തു? ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന് നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച് നിങ്ങൾ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകയാൽ യജമാനായ രാജാവെ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. അപ്പോൾ സിദക്കിയ രാജാവ് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്തേൽപ്പിക്കാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരു അപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് പാർത്തു. ബാബേൽ രാജാവ് സിദക്കിയാവെ യഹൂദയ്ക്ക് ദേശാധിപതി അല്ലെങ്കിൽ രാജാവാക്കിയിരുന്നു. കൽദയ സൈന്യം യെരൂശലേമിനെ കാത്തുകൊണ്ടിരുന്നു. യഹൂദയെ സഹായിക്കാൻ കൽദയർക്കെതിരെ മിസ്രയീം രാജാവ് ഒരു സൈന്യവുമായിട്ട് വന്നു. ഇതറിഞ്ഞ് സിദക്കിയാവ് പുരോഹിതന്മാരെ യിരെമ്യാവിന്റെ അടുക്കൽ അയച്ചു. കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. യിരെമ്യാവ് പറഞ്ഞത്, കൽദയ സൈന്യം ഓടിപ്പോയത് കാണുമ്പോൾ മിസ്രയീം സൈന്യം മടങ്ങിപ്പോകും. എന്നാൽ കൽദയർ വീണ്ടും വരികയും യെരൂശലേമിനെ തീ വെച്ച് ചുട്ടുകളയുകയും ചെയ്യും എന്നായിരുന്നു. യിരെമ്യാവ് തന്റെ പൗരോഹിത്യ ഓഹരി വാങ്ങാൻ സ്വന്തം പട്ടണം ആയ, അതായത് പുരോഹിത നഗരത്തിലേക്ക് അദ്ദേഹം പോയി. കൽദയ പക്ഷക്കാരൻ എന്ന് ആരോപിച്ച് കാവൽ സൈന്യാധിപനായ ഇരിയാവ്
യിരെമ്യാവെ പിടിച്ചു. പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. അവർ യിരെമ്യാവിനെ അടിക്കുകയും തടവിലാക്കുകയും ചെയ്തു. യിരെമ്യാവ് ആ കുണ്ടറയിൽ ദീർഘനാൾ കിടന്ന് കഷ്ടപ്പെട്ടു. സിദെക്കീയാവ് ആളെ അയച്ച് യെരൂശലേമിലേക്ക് വരുത്തി അരുളപ്പാടുണ്ടോ എന്ന് ആരാഞ്ഞു. യിരെമ്യാവിന്റെ മറുപടി പഴയത് തന്നെയായിരുന്നു. കൽദയർ ഈ പട്ടണം നശിപ്പിച്ചു. യിരെമ്യാവിന്റെ അപേക്ഷ പ്രകാരം കാരാഗ്രഹത്തിലേക്ക് മടക്കാതെ യെരൂശലേമിലെ കാവൽപ്പുര മുറ്റത്ത് ദിനംപ്രതി ഒരപ്പം മാത്രം കഴിച്ചുകൊണ്ട് കഴിയാൻ അനുവദിച്ചു. രാജാവിൻ്റെ സുഖം പ്രതീക്ഷിച്ച്, രാജാവിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് യിരെമ്യാവ് ഒരിക്കലും രാജാവിന് അനുകൂലമായി സംസാരിച്ചില്ല. കുഴപ്പമില്ല, കൽദയര് തോറ്റുപോകും, ദൈവം നമ്മളെ സഹായിക്കും, പ്രാർത്ഥിച്ചാൽ മതി എന്നൊന്നും അല്ല യിരെമ്യാവ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പട്ടണത്തെ ചുട്ടുകളയും, ദേവാലയത്തെ തകർക്കും, ആളുകളെ പിടിച്ചുകൊണ്ട് പോകും. കാരണം അതാണ് ഇസ്രായേലിൻ്റെ പാപം. അവർ യഹോവ ദൈവമാണെന്നൊക്കെ പറയുമെങ്കിലും വിഗ്രഹങ്ങളെയാണ് സേവിക്കുന്നത്. ദുർമാർഗമാണ് അവർക്കുള്ളത്. 10 കൽപ്പനകളൊന്നും അവർ ആചരിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം കൽദയരെ വിളിച്ചു വരുത്തുകയാണ്. കൽദയർ ഈ പട്ടണത്തെ നശിപ്പിക്കും. കൽദയർക്ക് ഇസ്രായേൽ അടിമകളാകും. ഇതായിരുന്നു യിരെമ്യാവ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുഖം നോക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ നമ്മുടെ കർത്താവ് എങ്ങനെ ശുശ്രൂഷിച്ചോ അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രക്ഷിപ്പാൻ സംഗതിയില്ലാത്തവരായിരിക്കാൻ നമുക്ക് ഇടയാകണം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.